മായ ഒരു ദേഷ്യമുള്ള എന്ന് പറയണം. അങ്ങനത്തെ എന്താ പറയുക, അങ്ങനെ നൗണിനെ ഏതെങ്കിലും നൗണിന് നമ്മൾ എന്താ പറയുക ക്വാളിഫൈ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് റാത്ത്ഫുൾ എന്നുള്ള അഡ്ജക്റ്റീവ് യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പം നിങ്ങൾ ആരെങ്കിലും ഭയങ്കര ഒരു ദേഷ്യക്കാരിയാണെന്ന് പറയുമ്പം ഷീസ് എൻ ആംഗ്രി വിമൻ എന്ന് പറയുന്നതിന് പകരം ഷീസ് എ റാത്ത്ഫുൾ വിമൻ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ എന്താണ് റാത്ത്? ഒരു എക്സ്ട്രീം ലെവൽ, ഭയങ്കരമായ ഒരു ദേഷ്യം എന്ന് പറയുന്ന മീനിങ്ങിലാണ് നമ്മൾ റാത്ത് എന്നുള്ള വേർഡ് യൂസ് ചെയ്യണത്. അപ്പം നമുക്കിതിൻ്റെ സിനണിംസ് നോക്കാം. അപ്പോൾ സിനണിംസ് പറയുമ്പോൾ ദേഷ്യം അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യം എന്ന മീനിങ്സ് വരുന്ന വേർഡ്സ് ആണ് നമ്മൾ ആ ഒരു മീനിങ് വരുന്ന വേർഡ്സിനെയാണ് നമ്മൾ റാത്ത് എന്നുള്ളതിൻ്റെ സിനണിംസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആങ്കർ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ പറയുമ്പോൾ നമുക്ക് റേജ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. ഔട്ട്റേജ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ ഒരു ദേഷ്യം, അല്ലെ? ഒരു വഴക്ക് അല്ലെങ്കിൽ ഒരു തർക്കമൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാവണ ഒരു ഭയങ്കരമായ ഒരു ദേഷ്യത്തിനെയാണ് നമ്മൾ ഏത് വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഔട്ട്റേജ് എന്ന് പറഞ്ഞാലും അതാണ്, ഒരു എക്സ്ട്രീം ലെവൽ ഓഫ് ഒരു ആങ്കറിനെയാണ് നമ്മൾ ഔട്ട്റേജ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറൊരു വേർഡ് നമുക്ക് പറയാം ഫ്യൂരി. ഫ്യൂറി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതാണ്, ഭയങ്കരമായ ഒരു ദേഷ്യത്തിനെയാണ് നമ്മൾ ഫ്യൂറി എന്ന് പറയുന്നത്. ഫ്യൂറിയസ് എന്നുള്ളൊരു വേർഡ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലേ? നമ്മൾ ഭയങ്കര കോമൺ ആയി നമ്മൾ പറയാറുള്ള ഒരു സംഭവമാണ് ഫ്യൂറിയസ്. ഫ്യൂറിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭയങ്കരമായ ഒരു ദേഷ്യമുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഒരു കലിപ്പായ എന്നൊക്കെ ഉള്ള, ഒരു കലിപ്പിലായ എന്നൊക്കെ ഉള്ള ഒരു മീനിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് ഫ്യൂരിയസ്. യെസ്. ക്യൂരിയസ് എന്നൊരു വേർഡുണ്ട്. ക്യൂരിയസ് ഒരൊറ്റ ലെറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, അല്ലേ? ഫ്യൂരിയസ് എന്ന് പറയുന്നത് എഫിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ക്യൂരിയസ് എന്ന് പറയുന്നത് സിയിലാണ്. ഒരൊറ്റ ലെറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, പക്ഷേ മീനിങ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ക്യൂരിയസ് എന്ന് പറയുമ്പം ഭയങ്കര ആകാംക്ഷയുള്ള അല്ലെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയുക അതിനോടൊരു ഈഗർനെസ് ഉള്ള. ഷീ ഈസ് വെരി ക്യൂരിയസ് അബൌട്ട് ഡൂയിങ് സർവീസ്, അല്ലെങ്കിൽ ഷീ ഈസ് വെരി ക്യൂരിയസ് ഇൻ ഡൂയിങ് ന്യൂ തിങ്സ്. പുതിയ കാര്യങ്ങൾ ചെയ്യണതിൽ അവൾക്ക് ഭയങ്കര ഒരു ആകാംക്ഷയാണ് അല്ലെങ്കിൽ ഭയങ്കര ഒരു ഉത്സാഹമാണ്. ഷീ ഈസ് വെരി മച്ച് ഇൻട്രസ്റ്റഡ്, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഈഗർനെസ് ആണ് അത്തരം കാര്യങ്ങളിൽ, ഭയങ്കര ഒരു കൗതുകമാണ് അത്തരം കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നതിലാണ്. അങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് നമ്മൾ ക്യൂരിയസ് എന്നുള്ളൊരു വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. യെസ്. അല്ലേ? പിന്നെ നമുക്ക് യൂസ് ചെയ്യാം അനോയൻസ് എന്നുള്ള വേർഡ്. അനോയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അനോയൻസ് എന്ന് പറയുന്നത് ദേഷ്യമാണ്. അനോയൻസ്, അനോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദേഷ്യപ്പെടുക എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ അനോയ്